ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട് വിലങ്ങാട് പുനരധിവാസം അനിശ്ചിതമായി നീളുമ്പോൾ വന്യജീവികൾ കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിക്കുന്നു. താമസയോഗ്യമല്ലെന്ന് വിലയിരുത്തിയ പ്രദേശത്തു നിന്ന് മാറി താമസിച്ചവരുടെ കൃഷിഭൂമികളാണ് കാട്ടുപന്നിയും കുരങ്ങും ഉൾപ്പെടെയുള്ള ജീവികൾ കൈയടക്കിയത്. പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യമുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ഉരുൾപൊട്ടലുണ്ടായി 4 മാസം പിന്നിട്ടിട്ടും വിലങ്ങാടുകാരുടെ ജീവിതം സാധാരണ നിലയിലായിട്ടില്ല. സർക്കാർ പ്രഖ്യാപിച്ച സഹായധനം ലഭിക്കുകയോ ഗതാഗത സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കുകയോ ചെയ്തില്ല. കുടിവെള്ള സ്രോതസ്സുകളൊക്കെ തകർന്നു തന്നെ കിടക്കുകയാണ്. സർക്കാർ സഹായം വെറും വാഗ്ദാനമായി മാത്രം അവശേഷിക്കുമ്പോൾ തങ്ങളുടെ കൃഷിഭൂമിയിൽ നിന്നെന്തെങ്കിലും കിട്ടിയാലോ എന്ന പ്രതീക്ഷയോടെ പറമ്പിലേക്ക് ഇറങ്ങുന്നവരുടെ അവസ്ഥ ഇതാണ്. താമസയോഗ്യമല്ലെന്ന് വിദഗ്ധ സംഘം വിലയിരുത്തിയ പ്രദേശത്ത് നിന്ന് വാടകയ്ക്ക് മാറിയവരുടെ അവസ്ഥ ഇതാണ്. കാർഷിക വിളകളൊക്കെ വന്യജീവികൾ നശിപ്പിക്കുന്നു. കടുവയുടെ ഭീഷണി ഉണ്ടെന്നും പറയുന്നുണ്ട്. ഈ വന്യമൃഗങ്ങളെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. കോരങ്ങ്, പന്നി, ഭയങ്കര ശല്യങ്ങളാണ്. ഈയിടെ പറമ്പിലാണ് ടാപ്പിങ് ഒരു കടുവാടെ ഒരു കാട്ടുമുരയെ കണ്ടു. ശല്യം എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സ്ഥിതിയാണ്. മുള്ളമന്നിയുടെ ശല്യം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ശല്യമാണ്. ഒരു തേങ്ങയൊന്നും പൊഴിഞ്ഞു വീണാൽ ഒന്നും കിട്ടുകയില്ല. എല്ലാം ആപ്പാടെ ദുരിതത്തിലാണ്. അതിനിടയ്ക്കാണ് ഈ സർക്കാർ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നത്. അത് വലിയ വിഷമത്തിലാണുള്ളത്. അതേസമയം ദുരിതബാധിതർക്കുള്ള പുനരധിവാസം ചർച്ച ചെയ്യാൻ നാളെ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരും. മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ജനം, കോഴിക്കോട്.